നമസ്തേ. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഹോമാദി കർമ്മകാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളുടെ കാലദോഷ സംബന്ധമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദുഃഖഗതികൾ മാറുന്നതിന് വേണ്ടി നമ്മളുടെ ആരൂഢങ്ങളിൽ വെച്ച് നമ്മൾ ഹോമാദി കർമ്മകാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹോമാദി കർമ്മകാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ അതിൽ നിന്നുണ്ടാകുന്ന മാറ്റഗതികൾ നമ്മളുടെ മനസ്സിന് മാത്രമല്ല, നമ്മളുടെ കണ്ണിൽ കാണാത്ത വിധമായിട്ട് നിൽക്കുന്ന നെഗറ്റീവ്സിനെയെല്ലാം അവിടെ നിന്ന് തുടച്ചു മാറ്റത്തക്ക രീതിയിലുള്ള ഒരു കർമ്മ താന്ത്രികപരമായിട്ടുള്ളൊരു ചടങ്ങാണ്. അത് നമ്മളുടെ കണ്ണിൽ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെയും ഈ അഗ്നിദേവൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫലമാണ്. കാരണം ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അഗ്നിദേവൻ. അപ്പോൾ ബ്രഹ്മവിധികളാണ് നമ്മളുടെ ഓരോ വ്യക്തികൾക്കും പറഞ്ഞിട്ടുള്ളത്. ഇന്ന ആളാവണം, ഇന്ന പ്രവൃത്തികൾ ചെയ്യണം, ഇന്ന മേഖലയിൽ ജോലി ചെയ്യണം. ഇതെല്ലാം നമ്മളുടെ ഒരു ദിവസത്തെ ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്രഹ്മാവ് നമ്മളുടെ ശിരസിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ് പണ്ട് മുതലേ ഉള്ളത്. അപ്പോൾ ആ സങ്കല്പങ്ങളെല്ലാം ശിവന് തത്തുല്യ പ്രാധാന്യമായിട്ട് നിൽക്കുന്നു. ഒന്ന്. രണ്ടാമത്, നമ്മളുടെ ഗ്രഹനില പ്രകാരമായിട്ടുള്ള ഹോമാദി കർമ്മ കാര്യങ്ങൾ നമ്മളുടെ ആരൂഢങ്ങളിൽ വെച്ച് ചെയ്താൽ അതിൽ ദൈവീകപരമായിട്ടുള്ള ഒരു കർമ്മ മേഖല എന്നുള്ള രീതിയാണ് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ യജ്ഞങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അതിൽ ഒന്നാമത്തെ യജ്ഞം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ദേവയജ്ഞമായിട്ട് കണക്കാക്കുന്നു. മൂന്നാമത് നമുക്ക് മനുഷ്യയജ്ഞമായിട്ട് കണക്കാക്കുന്നു. പിന്നീടോ പുത്രസംബന്ധമായിട്ടുള്ള യജ്ഞം, പിന്നെ ഭൂതയജ്ഞം. ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു സാങ്കല്പിക കഥാപാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള എല്ലാവിധ അശുദ്ധികളെയും ഇതവിടുന്ന് നിർവീര്യമാക്കാനാണ് നമ്മൾ ഈ ഹോമം ചെയ്യുന്നത്. അതിനകത്ത് ഒന്ന് ഗ്രഹപ്പിഴകൾ മാറാനും മുൻജന്മ പാപപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും വിട്ട് മാറാനും ആദിത്യ ഭഗവാനിലേക്ക് ലയിച്ചു മാറി ആദിത്യ ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹം നമ്മുടെ ആരൂഢത്തിലോട്ട് വരുത്തുന്നതിനും കൂടെ ഉള്ള ഒരു പ്രക്രിയയാണ് ഹോമാദി കർമ്മ പൂജകളെന്ന് പറയുന്നത്. അതിൻ്റെ ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാം, വളരെ പോഷായിട്ടുള്ള രീതിയിലും നമുക്ക് ചെയ്യാം. പക്ഷേ എങ്കിലും യുക്തി അനുസരിച്ച് അവരുടെ കയ്യിലുള്ള സാമ്പത്തിക രീതികളുടെ ഭാവത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത വിധവും മനസ്സിലാക്കിക്കൊണ്ട് ഈ യജ്ഞഹോമാദികൾ നമ്മൾ ചെയ്തു മാറിയാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലപ്രാപ്തികൾ നമ്മൾക്ക് ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വേദപരമായിട്ട് ചേരാതെ നിൽക്കുന്ന ദോഷഗതികളെയെല്ലാം മാറ്റാനും ബ്രഹ്മാവിൻ്റേതായിട്ടുള്ള ദേവൻ്റെ സാന്നിധ്യം നമ്മൾക്കുണ്ടാവുകയും അതിൽ ദേവഗണങ്ങളിൽപ്പെട്ടുള്ള മന്ത്ര ഉച്ചാരണങ്ങൾ വഴി ആ ദേവയജ്ഞപരമായിട്ടുള്ള കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയും ഫലസിദ്ധി വർദ്ധിക്കുകയും ആ ദൈവ ചൈതന്യം നമ്മളുടെ ശരീരത്തിലും നമ്മുടെ ആരൂഢത്തിലും നമുക്കുണ്ടായി മാറും, അല്ലെങ്കിൽ പ്രസ്ഥാനത്തുണ്ടായി മാറും. ഇത് ഹോമം എവിടാണോ ചെയ്യുന്നത് അവിടാണ് അതിൻ്റെ ആ സറൗണ്ടൻസിൽ നിൽക്കുന്ന എല്ലാവിധ നെഗറ്റീവ്സിനെയും ഒബ്സർവ് ചെയ്തത് ക്ലീനാക്കാൻ പറ്റും ആ സർഫസ്. രണ്ടാമത് എന്തുവാ? പിതൃശുദ്ധീകരണം. ഈ പിതൃശുദ്ധീകരണത്തിനാണ് നമ്മൾ പിതൃഹോമാദി കർമ്മ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിന് പിതൃയജ്ഞം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിനുള്ള ഹവിസ്, അതിനുള്ള ജലം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പിതൃപ്രീതീകരണത്തിന് വേണ്ടി, പിതൃക്കളുടേതായിട്ടുള്ള അനുഗ്രഹവും പിതൃശുദ്ധീകരണവും ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത്. അതിലുപരി ഈ അഗ്നിഹോമങ്ങൾ അഗ്നിദേവനെ സാക്ഷിയായിട്ട് ചെയ്യാൻ നേരത്ത് അതിഥികളായിട്ട് എത്തുന്ന ചില ദേവസങ്കല്പങ്ങളുണ്ട്. അതിനെയാണ്
മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കണ്ണിൽ കാണാത്ത വിധത്തിലുള്ള ദൈവചൈതന്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു ഹോമമാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ നമ്മളെ അതിഥികളായിട്ടെത്തുന്ന പൂർവികരായിട്ടുള്ള പിതൃക്കൾ മൂലം പാരമ്പര്യപരമായിട്ട് വെച്ച് പൂജിക്കുന്നതായിട്ടുള്ള ദൈവകലകളിൽ നിന്നുണ്ടായിട്ടുള്ള, അതായത് ആ കുടുംബത്തിനോട് അനുകമ്പമായിട്ടുണ്ടാകുന്ന ദൈവചൈതന്യങ്ങൾക്കും നമ്മളുടെ ഈ ഹോമത്തിൽ പങ്കാളിയാണ്. ഇന്ന ആളെന്നല്ല. പക്ഷേ ഇതെല്ലാം നമ്മളുടെ സങ്കല്പ കഥാപാത്രങ്ങളിൽ സൂര്യനിൽ നിന്നാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സൂര്യൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. 12 സൂര്യന്മാരുണ്ട്. അപ്പോൾ ഇത് ഒളിഞ്ഞൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ചില രഹസ്യങ്ങളാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഒരു വ്യക്തി അവരുടെ ആരൂഢത്തിൽ ഒരു ഹോമാദി കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജന്മം വെറും പാഴ. കാരണം അത്രയ്ക്കും ഫലശ്രേഷ്ഠമായിട്ടുള്ളൊരു പൂജാ സമ്പ്രദായ വിധത്തിനകത്ത് താന്ത്രികപരമായിട്ടായാലും മാന്ത്രികപരമായിട്ടായാലും ശരി തന്നെ അത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുത്തുക്കൾ, അതിനകത്ത് നെയ്യ്, അതേപോലെ തന്നെ തേൻ, ഹവിസ്, ഹോമാദിപരമായിട്ടുള്ള എല്ലാ സമുത്തുക്കളും നമ്മൾ ഹോമിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ശ്വാസം നമ്മൾ ശ്വസിക്കുന്ന അതിൻ്റെ ഗന്ധത്തെയാണ്. അപ്പോൾ ഗന്ധത്തിൻ്റെ പുഷ്ടി എത്രത്തോളം ശക്തമാണോ അത്രത്തോളം പാവങ്ങൾ അവിടെ നിന്ന് എരിഞ്ഞു മാറി അവിടെ ശുദ്ധിയാണ് വരുന്നത്. അതും പ്രത്യേകിച്ച് അഗ്നിദേവൻ്റെ പ്രസൻസും കൂടെ അവിടെ ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ ആ ഇരുളായിട്ട് കിടക്കുന്നതിനെ ആ വെട്ടത്തിൻ്റെതായിട്ടുള്ള പ്രകാശ ധ്വനികൾ അവിടെ സ്പർശിച്ചുകൊണ്ട് അവിടെ എന്താണ് ശുദ്ധീകരണ ക്രിയകൾ ചെയ്ത് ശുദ്ധിയാക്കിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഇരട്ടി ഫലങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും ഹോമം ചെയ്യുന്നത്, പക്ഷെ അത് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പല 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 കാര്യങ്ങൾ നമുക്കത് ഗുണപ്രാപ്തിയിലേക്കാക്കിക്കൊണ്ട് തരാനും കൂടെ വേണ്ടിയാണ് ഈ പൂർവിക തലങ്ങൾ മുതൽ ദേവന്മാരുടെ കാലഘട്ടം മുതൽ ഈ മനുഷ്യരായിട്ടുള്ള വ്യക്തികൾ ചെയ്തു മാറുന്നതായിട്ടുള്ള ക്രിയകൾ. അതിൽ ഉത്തമനായിട്ടുള്ള ഏതെങ്കിലും യജ്ഞാചാര്യന്മാർ അല്ലെങ്കിൽ നല്ല ശാന്തിക്കാർ, തിരുമേനിമാർ ആരാന്ന് വെച്ചാൽ വിളിച്ച് അവരവരുടെ പക്കനാളിന് വർഷത്തിൽ ഒരിക്കൽ യഥാശക്തി അനുസരിച്ചുള്ള യജ്ഞപൂജാതി കർമ്മകാര്യങ്ങൾ കുടുംബപരമായിട്ട്, ഒരാൾ ഒറ്റയ്ക്കല്ല, കൂട്ടുകുടുംബമാണെങ്കിൽ കുടുംബപരമായിട്ട് ചേർന്ന് ഒരു ചെറിയ ഒരു ഗണപതി ഹോമമോ അല്ലെങ്കിൽ ഒരു അഘോര ഹോമമോ അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജയ ഹോമമോ അല്ലെങ്കിൽ ഒരു സുദർശന ഹോമമോ ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ അടുത്തിരുന്ന് അതിൻ്റെ ആ ചൂടും അതിൻ്റെ പുകപടലങ്ങളെല്ലാം ശരീരത്തിൽ കയറി ഇറങ്ങി ശുദ്ധീകരണം ചെയ്ത് മനഃശുദ്ധിയോടുകൂടി നമ്മൾ ആ പൂജയിൽ പങ്കാളിയായി ഭഗവാന്റെ പാതാര വിധങ്ങളിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഭക്തിപൂർവ്വം മുമ്പോട്ട് പോയി എല്ലാവിധ വ്യാധികളും അവിടെ നിന്ന് മാറും. അതിൻ്റേതായിട്ടുള്ള ഗുണഗതി നമുക്കുണ്ടാവും, അതിൻ്റെ ഒരു ഐശ്വര്യവും നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് അതിഥി ദേവതകളുടെ സാന്നിധ്യം ഈ ഹോമയജ്ഞശാലകളിലുണ്ട് എന്നുള്ളതാണ് ഈ ഇത്രയും കാര്യങ്ങളുടെ ഒരു പര്യവസാനം എന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഹോമം ഒരു നിസ്സാരപരമായ കാര്യമല്ല. യജ്ഞാധികാരി കർമ്മങ്ങളെന്ന് പറയുന്നത് പാപപരമായിട്ടുള്ള മുൻകാലപരമായിട്ടുള്ളതിനൊക്കെ നമ്മൾ സമൂഹത്തിനും കൂടെ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഉപരി ഈ ഗണപതി കാലം കഴിയുന്നതിന് അഹം വെച്ചതിന് ഗണപതി ഹോമവും നടത്തി സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ മുമ്പോട്ട് ബ്രഹ്മദേവ പൂജയിൽ സങ്കല്പസിദ്ധമായി നിൽക്കുന്ന അഗ്നിദേവനെയും കൂടെ സ്മരിച്ച് മുമ്പോട്ട് ഈ ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഒരു ഫലം തന്നെയായിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ല.